ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മലാഖി പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂദിക്കുന്ന ജാതി എന്നും പേർ പറയും. ഏദോമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനമാണത്. ദൈവം യാക്കോബിനെ സ്നേഹിക്കുകയും ഏശാവിനെ തള്ളിക്കളയുകയും ചെയ്തു. അതിന് എന്താണ് കാരണം? അതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. എങ്കിലും ഈ ഭാഗത്തോടുള്ള ബന്ധത്തിലൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുക. യാക്കോബ് ജീവിതത്തിൽ ഒരു ഉപായിയായിട്ടാണ് നാം എപ്പോഴും കാണുന്നത്. തൻ്റെ സഹോദരനെ താൻ ഉപായത്താൽ പറ്റിക്കുകയാണ്. തൻ്റെ പിതാവിനെ താൻ പറ്റിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. തൻ്റെ അമ്മാവിയപ്പനെ താൻ പറ്റിക്കുകയാണ്. അങ്ങനെ താൻ പോയ ഇടങ്ങളിൽ ചെന്ന ഇടങ്ങളിലൊക്കെ അനേകരെ കബളിപ്പിച്ച ഒരു മനുഷ്യനാണ് യാക്കോബ്. പക്ഷേ എന്തുകൊണ്ട് യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു? യാക്കോബിനും ഏശാവിനെയും തമ്മിൽ നാം ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ ഒരളവിൽ യാക്കോബിനേക്കാൾ നല്ലൊരു വ്യക്തി ഏശാവല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകാം. കാരണം ഏശാവ് ആരെയും ഉപദ്രവിച്ചതായിട്ടോ പറ്റിച്ചതായിട്ടോ കബളിപ്പിച്ചതായിട്ടോ കവർന്നെടുത്തതായിട്ടോ നാം കാണുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു, ഏശാവിനെ ദ്വേഷിച്ചു? അതിന് ഒരു പ്രധാന കാരണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവർക്ക് ദുഷ്ടപ്രദേശമെന്നും സദാകാലം ക്രൂദിക്കുന്ന ജാതിയെന്നും പേർ പറയും. യാക്കോബിൻ്റെ തലമുറ ഇസ്രായേൽ, ഈ ഏശാവിൻ്റെ തലമുറ ഏതോ. പ്രിയമുള്ളവരെ, ഈ രണ്ട് ജാതികളെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അടിക്കടെ പാപങ്ങളും വീഴ്ചകളും കുറവുകളുമൊക്കെ അവരുടെ ഇടയിൽ സംഭവിച്ചിരുന്നു. എങ്കിലും അവർ മാനസാന്തരപ്പെടുവാൻ മനസ്സ് വയ്ക്കുകയും ഇടയ്ക്കിടയ്ക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു. യാക്കോബ് പാപം ചെയ്തു എങ്കിലും ദൈവം തന്നെ തൊട്ടപ്പോൾ അന്നു മുതൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ മനസ്സ് വയ്ക്കുകയും പരിപൂർണമായൊരു മാനസാന്തരം തൻ്റെ ജീവിതത്തിൽ വരികയും ചെയ്തു എന്നുള്ളതാണ്. ദൈവം തന്നെ ആ കാര്യം ബോധ്യമാക്കി കൊടുത്തു. തൻ്റെ കുറവുകളെ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. അത് മാനസാന്തരത്തിന് കാരണമായി തീരുക. മാനസാന്തരത്തിൻ്റെ ഒരു സ്വഭാവം, ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന ഒരു സ്വഭാവം യാക്കോബിനുണ്ടായിരുന്നു. ഏശാവിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാനസാന്തരപ്പെട്ടതായിട്ടോ പാപത്തെക്കുറിച്ച് പശ്ചാത്താപബോധം ഉള്ളവനായി തീർന്നതിനെ സംബന്ധിച്ചോ നാം ഒരിടത്തും കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നാം ഇങ്ങനെ വായിക്കുകയാണ്. എന്താ വായിക്കുന്നത്? അവരെ സംബന്ധിച്ച് സദാകാലം അവർ ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂദിക്കുന്ന ജാതി എന്നും പേർ പറയും. ദുഷ്ടപ്രദേശമെന്ന് എന്താ? ദുഷ്ടപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു ദേശം ദുഷ്ടത കൊണ്ട് നിറഞ്ഞ ഒരു കാര്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദേശം മുഴുവനും ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സൊദോം ഗൊമോറയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യരെല്ലാം പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ദേശത്ത് ദൈവം നശിപ്പിച്ച് കളയുകയാണ്. എന്നാൽ ഈ ദേശം പാപം ചെയ്തോ? ദേശം പാപം ചെയ്തിട്ടില്ല. ഒരു ദേശവും പാപം ചെയ്തതായിട്ടോ ഏതെങ്കിലും ഒരു ദേശം പുണ്യമായിട്ടുള്ളതായിട്ടോ അല്ല. പിന്നെയോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയുള്ള ആളുകൾ പാപം ചെയ്തപ്പോൾ ആ പ്രദേശം പാപം കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദുഷ്ടപ്രദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദാമുവായും ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തപ്പോൾ ഏദൻ തോട്ടം പാപം ചെയ്തു എന്നല്ല, മറിച്ച് ആദാമും ഹവ്വായും പാപം ചെയ്തു എന്നാണ്. അതുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കി കളഞ്ഞത്. നാം അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് മിസ്രൈമിലായിരുന്നപ്പോൾ മിസ്രൈമി ആളുകൾ അവരെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്.
എന്നാൽ ആ ദുഷ്ടതയാണ് ദൈവം കണ്ടത്. മിസ്രയീമിൻ്റെ ദുഷ്ടത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ഇസ്രായേലിൻ്റെ മേൽ ചുമത്തിയ അതിഭയങ്കരമായ ദുഷ്ടതകൾ, കഠിനമായ ശിക്ഷകൾ, വേദനാജനകമായ അനുഭവങ്ങൾ, അത് ദൈവം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ ദേശത്ത് ജനം ദുഷ്ടത കൊണ്ട് നിറഞ്ഞപ്പോൾ ആ പ്രദേശം ദുഷ്ടപ്രദേശമായി തീരുകയാണ്. അങ്ങനെയെങ്കിൽ ഏശാവിൻ്റെ തലമുറ എന്നും ദുഷ്ടത ചെയ്യുന്ന തലമുറയായിരുന്നു. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? യഹോവ സദാകാലം ക്രോധിക്കുന്ന ജാതി. യഹോവ സദാകാലം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും, എല്ലായ്പ്പോഴും, എല്ലാ സമയത്തും ക്രോധിച്ചുകൊണ്ടിരുന്ന, ശിക്ഷിച്ചുകൊണ്ടിരുന്ന, ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന, ശിക്ഷ നൽകിക്കൊണ്ടിരുന്ന ഒരു ജാതി. അതാണ് ഈ ഏശാവിൻ്റെ തലമുറ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും ദൈവം ക്രോധിച്ചത്? എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും ദൈവം അവരോട് മറുതലിച്ച് നിന്നത്? അതിൻ്റെ കാരണം അവർ ദൈവത്തോട് പാപം ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് പാപം ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലായിരുന്നു. പാപത്തിന്മേൽ പാപം അവർ ചെയ്തു കൂട്ടിക്കൊണ്ടേയിരുന്നു. ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. നന്മ പ്രവർത്തിക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. എന്തുകൊണ്ട് മനസ്സ് വന്നില്ല? ചെയ്യുന്ന ദുഷ്ടതയെക്കുറിച്ച് പാപബോധമില്ലായിരുന്നു. ചെയ്യുന്ന ദുഷ്ടതയെക്കുറിച്ച് പശ്ചാത്താപമില്ലായിരുന്നു. അപ്പോൾ പാപബോധമോ പശ്ചാത്താപമോ ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളായിരുന്നു ഈ ജനം എന്ന് പറയുന്നത്. ഏശാവിൻ്റെ തലമുറകൾ പാപത്തെക്കുറിച്ച് കുറ്റബോധമില്ലാത്തവരും, ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് പശ്ചാത്താപമില്ലാത്തവരും, ഒരു ദൈവഭയമില്ലാത്തവരുമായി ജീവിച്ച ഒരു വിഭാഗം ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ നേരെ ദൈവത്തിൻ്റെ ക്രോധം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ആരെല്ലാം ചെയ്ത തെറ്റിനെക്കുറിച്ച് കുറ്റബോധത്തോടെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവം സ്നേഹിച്ചതായിട്ട് തിരുവചനത്തിൽ നാം കാണുകയാണ്. നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദിനെക്കുറിച്ച് നമുക്കെല്ലാം വളരെ പരിചിതമാണ്. ദാവീദ് പാപം ചെയ്തു. ചെയ്ത പാപം നിസ്സാര പാപമല്ല, വ്യഭിചാരവും കൊലപാതകവുമാണ്. എന്നാൽ ദാവീദ് തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധം വന്നപ്പോൾ, ദൈവത്തിൻ്റെ ദാസൻ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് വീഴുകയാണ്. തൻ്റെ തെറ്റുകളെ ദൈവത്തോട് ഏറ്റുപറയുകയാണ്. പാപബോധത്താൽ അദ്ദേഹം നീറുകയാണ്, കുറ്റബോധത്താൽ നീറുകയാണ്. ദൈവസന്നിധിയിൽ കരഞ്ഞ് ചെയ്തു പോയ തെറ്റേറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ച് മടങ്ങി വന്ന ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതത്തെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്. പത്രോസിനെ കുറിച്ചും നാം അത് തന്നെയാണ് വായിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ദൈവം കർത്താവിനെ താൻ തള്ളിപ്പറയുന്നൊരനുഭവം ഉണ്ടായി. മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ ആ ദൈവവേല വിട്ട് താൻ പിന്നെയും പിന്മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ടായി. ഭയപ്പെട്ട് പിന്മാറുന്ന സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി. ജാതികളോടുള്ള ബന്ധത്തിൽ യഹൂദന്മാർ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു വല്ലാത്ത ഭയം, ജാതികളോടുള്ള ബന്ധത്തിൽ തിന്നുകുടിച്ചത് സംബന്ധിച്ചൊരു ഭയം. അങ്ങനെ പല വിധത്തിലുള്ള കുറവുകൾ പത്രോസിൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ പ്രിയമുള്ളവരെ, തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധം വന്നപ്പോഴെല്ലാം പത്രോസ് കുറ്റബോധത്തോടെ ദൈവസന്നിധിയിൽ വീഴുകയും മാനസാന്തരപ്പെട്ട് മടങ്ങി വരികയും ചെയ്യുകയാണ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നവരെ രണ്ട് കരവും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. മുടിയൻ പുത്രനെക്കുറിച്ച് നാം പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൻ മടങ്ങി വരുന്ന മകനെ നോക്കിയിരിക്കുകയാണ്. എപ്പോഴെൻ്റെ മകൻ മടങ്ങി വരും? എന്നെ വിട്ടുപോയ എൻ്റെ മകൻ എപ്പോൾ മടങ്ങി വരും? അവൻ എവിടെയാണോ അവൻ എപ്പോൾ മടങ്ങി വരും? ഒരു ദിവസം അവൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കുന്നൊരു പിതാവ്. മകൻ മടങ്ങി വന്നപ്പോൾ അവൻ്റെ വസ്ത്രത്തിലെ ചെളിയോ അവൻ്റെ വൃത്തികെട്ട ശരീരത്തിൻ്റെ അവസ്ഥയോ ഒന്നും നോക്കാതെ ഓടിച്ചെന്ന് മടങ്ങി വരുന്ന മകനെ കെട്ടിപ്പിടിച്ച് തുരുതിരെ ചുംബിക്കുന്നൊരു പിതാവ്. അതാണ് ദൈവസ്നേഹം. അതാണ് ദൈവസ്നേഹം. ഇവിടെ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു.
ഏശാവിനെ തള്ളി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്, പലപ്പോഴും വീണുപോയിട്ടുണ്ട്, എന്നെ വിട്ട് ഓടിയിട്ടുണ്ട്, എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, വിരോധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ മാനസാന്തരത്തിലേക്ക് വരുന്നൊരു സ്വഭാവമുണ്ട്. പാപങ്ങളെക്കുറിച്ച് കുറ്റബോധത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു തലമുറ നിങ്ങളുടെ ഇടയിലുണ്ട്. അതാണ് വലിയ കാര്യം. ഇന്നും ദൈവജനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രധാന കാരണം അത് തന്നെയല്ലേ? എത്രയോ ദൈവമക്കളാണ് പാപത്തിലും ദോഷത്തിലും ജീവിക്കുന്നത്, ദൈവഭയമില്ലാതെ മാനസാന്തരമില്ലാതെ ജീവിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മധ്യേ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നൊരു കൂട്ടരുണ്ട്. ദൈവഭയത്തിൽ ജീവിക്കുന്ന, ദൈവഭക്തിയിൽ ജീവിക്കുന്ന, ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് അപ്പനോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഉള്ളതുകൊണ്ടാണ് ദൈവം ദൈവജനത്തെ ഇന്നും സ്നേഹത്തോടെ നിലനിർത്തുന്നത്. നാം സദാകാലം യഹോവയാൽ ശിക്ഷ അനുഭവിക്കുന്ന ജാതിയായിട്ടല്ല, മറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമായി എല്ലാ കാലത്തും നിൽക്കുവാൻ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ മുന്നുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.